ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അടാട്ട്. ഞാനിന്ന് വലിയൊരു സന്തോഷത്തിലാണ്. വേറൊന്നുമല്ല, ഇപ്പം ഏകാദശിക്ക് പോയിട്ട് വന്നു. അതുപോലെ തന്നെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളിവിടെ ഒരു ടീമിനെ വാടകയ്ക്ക് കൊണ്ടുവന്നു. അത് നമ്മുടെ ആൾക്കാരല്ല, ഹിന്ദിക്കാരുമല്ല. ഈ കണ്ണീന്ന് വെള്ളം വരുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ സ്ക്രീൻ TV സ്ക്രീനിൽ നോക്കിയിട്ടാണോ അത് കാറ്റടിക്കണത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ കുറച്ച് അണ്ണിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ് മക്കൾ, തമിഴ് ഘടകം എന്നൊക്കെ പറയുന്ന പോലെ തമിഴ് മക്കളാണ്. അപ്പോൾ അവരെ കാലത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഒരു 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ വർക്കിനാന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഒരു സന്തോഷമായി. എന്തായാലും അവരെ കൊണ്ടുവരാം. അപ്പോൾ അവര് വർക്കുകൾ ഇങ്ങനെ കരാറ് അടിസ്ഥാനത്തിലൊക്കെ എടുത്ത് നടത്തുന്ന ആൾക്കാരാണ്. ഭയങ്കര ഉഷാറ് ടീമാണ്. അപ്പോൾ അങ്ങനെ പാടത്തേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് അവരോടൊരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹിന്ദിക്കാര് പാടിയ പാട്ടുകൾ അറിയാലോ, ചോളിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോ അതുപോലത്തെ പാട്ടുകളിലല്ല, കുറച്ചും കൂടി നല്ല വിജയുടെ പാട്ട് പാടാൻ പറഞ്ഞില്ല. വിജയ് ദളപതി അങ്ങനെയുള്ള സൂര്യ അവരുടെയൊക്കെ പടത്തിലത്തെ പാട്ടുകൾ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഗാനം ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവര് ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരാണ്. 6 മണി 6:30 അവര് ഇവിടെ വന്ന് അവരെ വർക്കിലേക്ക് അവര് കടന്നു. പിന്നെ അവരങ്ങോട്ട് 7:30 വരെ അവര് വർക്കാന്ന് പറഞ്ഞു. ഡ്യൂട്ടി പ്ലസ് OT = OT എന്നൊക്കെ ഞാൻ കമ്പനിയിൽ പറയാറുള്ള പോലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ബാക്കി ജീവിതാവസാനം വരെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഏതാണെങ്കിൽ ആ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുക, അലസരാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം.
அந்த மாதிரிக்கு வந்துட்டு எந்த மாதிரிக்கு சேலத்துல வந்துட்டு பேசக்கூடாது. ரெண்டடி ஒரு அடி ஒரு விஜயோட ஒரு பாட்டு வேணும்னு சொல்ல பொண்ணு வாசம் பூ வாசம் மச்சான் பூசிக்கலாம் களமெல்லாம் போட்டு ரெண்டு பூசிக்கலாம் அவ்வளவுதான். அந்த மாதிரி പാട്ടൊന്നും പാടக்கூடாது. അപ്പോ ഒരു പാട്ടിന്റെ 2 വരികൾ നമ്മൾ കേട്ടിണ്ടാവും. ഇനിയിപ്പോ അത് ട്രാക്ടർ ഓൺ ചെയ്യണ്. പിന്നെ പാട്ട് പാടാനുള്ള സമയമില്ല. ഒന്നും കൂടി വെയില് മൂക്കട്ടെ എന്ന് പറയണേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ വർക്കിലേക്ക് കടന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാടകയ്ക്ക് വന്നതാണ്. അപ്പോ കുറച്ച് പാടം കണ്ടപ്പോ പാടത്ത് പണി നടക്കുന്നുണ്ട്. അപ്പൊ അവരെ കൊണ്ടൊരു ഗാനം പാടിപ്പിച്ചു. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അതെ, അവിടെ ഉണ്ട് കുറെ. ആ കെട്ടിന്റെ അവിടെ, കെട്ടില് അതിന്റെ അവിടെ കുറെ ചെറിയ മീനുണ്ട്. അവിടെ